ഹൈദരാബാദിലെ വീഡിയോസിൽ ഇടുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് വെച്ചാൽ നമ്മളെ നാട്ടിലെ നോമ്പുതറ പോലെ തന്നെ ആണോ അവിടുത്തെ നോമ്പുതറ, എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? നമ്മളെ നാട്ടുകാരും വീട്ടുകാരെല്ലാം ആകുമ്പോൾ പിന്നെ നമ്മളെ നോമ്പുതറ പോലെ തന്നെയല്ലേ ഉണ്ടാവാൻ. അപ്പോൾ അതിൽ ചെറിയൊരു പ്രത്യേകത ഉണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന്, അതായത് എൻ്റെ ഫ്ലാറ്റിൽ നിന്ന്, മാമൻ്റെ ഫ്ലാറ്റിൽ നിന്ന് ഞാൻ എൻ്റെ കാർണൂർ ഫ്ലാറ്റിലേക്ക് പോകുന്ന കുറച്ച് ദൂരമുണ്ട്, നടക്കാൻ വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. പിന്നെ ഒരു എക്സസൈസും ആകുന്നില്ലെങ്കിൽ നമ്മളിങ്ങനെ നടന്ന് പോവുകയാണ് പാട്ടും പാടിക്കൊണ്ട്. ഇതിൻ്റെ സ്റ്റോറീസ് എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കുട്ടികൾക്കും ഒരു രസമാണ്. കാരണം നമ്മളെപ്പോഴും നമ്മളെ വീട്ടിൽ നിന്ന് ഇങ്ങനെ നോമ്പ് തുറക്കുമ്പോൾ വ്യത്യസ്തമായിട്ട് പല സ്ഥലങ്ങളിലും പല നാട്ടിലെ ആചാരങ്ങളും അങ്ങനെയെല്ലാം ഉണ്ടാവുമല്ലോ. ഓരോ കൾച്ചർ ഓരോ പിന്നെ വ്യത്യസ്തമാണല്ലോ. അങ്ങനെ ഇതാ സൺസെറ്റെല്ലാം ഇങ്ങനെ നല്ല രസമാണ് കേട്ടോ. ഇവിടുത്തെ സൺറൈസും സൺസെറ്റും നല്ല അടിപൊളിയായിട്ട് കാണും. കാരണം ഫ്ലാറ്റ് പിന്നെ ഓരോ ഈ ടൗണിലൊന്നും അത്ര മരങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല ഭംഗിയാണ് ഇതിങ്ങനെ കാണാൻ. അങ്ങനെ നടന്ന് നമ്മൾ അവസാനം മാമീൻ്റെ ഫ്ലാറ്റിലെത്തി. അപ്പോൾ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നമ്മളിങ്ങനെ നിർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ മാമി ഇന്ന് ഉണ്ടാക്കിയത് നല്ല പാവ് ഭാജി കേട്ടോ. അപ്പോൾ പൊതുവേ എന്ന് വെച്ചാൽ ഇവർ ഒന്നോ രണ്ടോ സാധനം, മാക്സിമം ഒന്ന് കൂടുതൽ അങ്ങനെ ഉണ്ടാക്കും. കാരണം ഒരു 6 മണി കഴിഞ്ഞാൽ ഉണ്ടാവും. കോളിംഗ് ബെല്ലിനോടുകൂടി എന്താ പറയുക, ഒരു പ്രഹസനം എന്ന് പറയാം. ഇങ്ങനെ കോളിംഗ് ബെല്ലടിച്ചോണ്ടിരിക്കും. ഓരോ വീട്ടിൽ നിന്ന് ഓരോ സാധനം കൊണ്ടുവരും. അപ്പോൾ ഫ്ലാറ്റിൽ തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവില്ല. പക്ഷെ എല്ലാ ഫ്ലാറ്റിലും ഇത് ഉണ്ടാവണമെന്നില്ല കേട്ടോ. ഒട്ടുമിക്ക ആൾക്കാരും ഇവർ ലേന അങ്ങനെയാണ് പറയാം. അവരങ്ങോട്ടും കൊടുക്കും, ഇവരിങ്ങോട്ടും കൊടുക്കും. അപ്പം നമ്മൾ നോമ്പ് തുറക്കുമ്പോഴേക്ക് ടേബിള് മൊത്തം കടിയായിരിക്കും, പല തരത്തിലുള്ള. പക്ഷെ നമ്മളെ നാട്ടിലേക്കാളും ഇത്ര വെറൈറ്റീസ് ഉണ്ടാവില്ല. ഇവർ ദഹിവട അധികം ഉണ്ടാവും. ദഹിവട നല്ല ടേസ്റ്റ് വന്നു. കാരണം നല്ല അടിപൊളി, നല്ല പുളിക്കാത്ത തൈരിലെല്ലാം ആക്കുന്നുണ്ട്. നമ്മളെ വയറ്റിനും നല്ലൊരു സമാധാനമാണ്, നല്ല ടേസ്റ്റാണ്. കുറച്ച് തണുപ്പും കൂടി ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ പേഴ്സണൽ ചോയ്സാണ് പറയുന്നത്. പിന്നെ മാമി ഉണ്ടാക്കിയ ഈ ഒരു പാവും അതുപോലെ തന്നെ അതിൻ്റെ ബാജിയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ്, ഒതൻറ്റിക്. അതിൻ്റെ ആ മസാല ഉണ്ടാവില്ലേ, അതെല്ലാം ഉണ്ടായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഇതിനെ പറ്റിയിട്ടുള്ള വിവരങ്ങളെല്ലാം ഉണ്ടായെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ ഇരിക്കുക നമ്മൾ നോമ്പെല്ലാം തുറന്ന് പിന്നെ കടിയെല്ലാം തിന്ന് നിറച്ച് തറാവിയെല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ പോയത് ചായ കുടിക്കാൻ. അതിൻ്റെ ഡീറ്റെയിൽസ് തന്നെ അടുത്ത വീഡിയോ കാണാം. താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ ഫ്രം ജുഗുഡ് സ്പോട്ട്ലൈറ്റ്.